ഹലോ. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കണ്ടവരൊക്കെ നല്ല റെസ്പോൺസാണ് കേട്ടോ തന്നത്. ഒരു 1Kൻ്റെ മേലൊക്കെ വ്യൂസ് പോയി. ഞാനങ്ങനെ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വ്യൂസൊക്കെ കയറി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ അങ്ങനെ എനിക്ക് എൻക്വയറി വന്നു കേട്ടോ. അപ്പോൾ എൻക്വയറി വന്നപ്പോൾ എൻക്വയറി ഫസ്റ്റ് റിക്വസ്റ്റിലാണല്ലോ നിൽക്കുക, നമ്മളെ ഫോളോ ചെയ്യാത്ത ആളല്ലേ. അപ്പോൾ റിക്വസ്റ്റിൽ കണ്ടപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന് ചോദിച്ചിട്ട് പോയി എടുത്ത് നോക്കിയപ്പോൾ പാക്കേജിങ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടാണ് ഒരു മെസ്സേജ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പറ്റിക്കുകയാണോ, ഇത് നമ്മൾ ആരെങ്കിലും കളിപ്പിക്കുകയാണോ എന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ ഞാൻ ഇവിടെ പ്ലേസ് എവിടെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പെരിന്തൽമണ്ണയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നമ്മൾ ചെയ്ത വർക്ക് കണ്ടപ്പോൾ അതുപോലെ ചെയ്ത് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺഫേമായി അഡ്വാൻസ് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ അഡ്വാൻസ് എൻ്റെ കയ്യിൽ GPay ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അങ്ങനെയൊന്നും എനിക്ക് അക്കൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ നമ്പർ കൊടുത്തു, ഹസ്ബൻഡിൻ്റെ നമ്പറിലേക്ക് GPayയും ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അതിലേക്ക് GPay വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ വീണ്ടും അതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പുറത്തുനിന്നൊരു ഓർഡർ വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ അത്ഭുതത്തിൽ തന്നെ പറഞ്ഞു കേട്ടോ. പിന്നെയും വന്ന് നോക്കും, പിന്നെയും പറയും. പിന്നെ ആ കുട്ടി മെസ്സേജ് അയച്ചണോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചണോ, ഇതൊക്കെ ഭയങ്കര എന്താ പറയുക, എന്തെങ്കിലും എനിക്കുണ്ട് ഭയങ്കര ടെൻഷൻ. മറ്റേതാകുമ്പോൾ ഫസ്റ്റിലെ വർക്ക് എന്ന് പറഞ്ഞാൽ കസിൻ്റെ ഫ്രണ്ടല്ലേ. അപ്പോൾ എൻ്റെ കൂടെ കസിനും ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് വർക്കിന് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതിനാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകണം. അങ്ങനെ പുറത്തൊന്നും പോയിട്ട് അങ്ങനെ ശീലമൊന്നുമില്ല. നമ്മളൊരു വർക്കൊക്കെ ഇറങ്ങുക എന്നുള്ളൊരു സെറ്റപ്പിൽ അങ്ങോട്ട് ഇറങ്ങിയെന്നേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും എനിക്കില്ലല്ലോ. ഏതായാലും അങ്ങനെ ആ വർക്കിന് പോകാൻ തന്നെ ഒരുങ്ങിട്ടോ. നമുക്ക് ഏതായാലും കിട്ടിയതല്ലേ, നോ പറയുന്ന പരിപാടി ഏതായാലും ഇല്ലല്ലോ. അങ്ങനെ ആ വർക്കിന് പോയി. ആ വർക്കും മാഷാ അല്ലാഹ് ഉഷാറായിട്ട് ചെയ്തു കൊടുത്തു. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ആ വർക്കിൻ്റെ അതേ ഡേറ്റിൽ തന്നെ എൻ്റെ റിലേറ്റീവ്സിൻ്റെ, എൻ്റെ ഫാമിലിയിൽ നിന്ന് വേറൊരു വർക്കും കൂടി ആ ദിവസം തന്നെ കേട്ടോ. ഇത് രണ്ടും വൈകുന്നേരത്തതായിരുന്നു. അപ്പോൾ ഒന്ന് നമ്മൾ കുറച്ച് നേരത്തെ പോയിട്ട് പുറത്തത് നമ്മൾ നേരത്തെ പോയിട്ട് അവരത് ചെയ്തു കൊടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഫാമിലിയിലുള്ളത് വന്ന് ചെയ്തു. രണ്ട് വർക്കും അടിപൊളിയായിരുന്നു, കണ്ടവരൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഏതായാലും ഫീൽഡിലേക്ക് അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ ഓരോ വർക്കുകൾ ഇങ്ങനെ പുറത്തുനിന്ന് ഇതേപോലെ തന്നെ എൻക്വയറീസ് വരണമെങ്കിൽ ചിലപ്പോൾ കുറേ എൻക്വയറി വരും, പക്ഷെ അതൊന്നും കൺഫേം ആവില്ല. അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒന്നൊക്കെ കൺഫേം ആവും. പിന്നെ അതേപോലെ കസിൻ്റെ ഫ്രണ്ട് വേറെയും വന്ന് അങ്ങനെ കുറേ വർക്കുകളൊക്കെ കിട്ടി കേട്ടോ. പിന്നെ എനിക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല. നെക്സ്റ്റ് പാർട്ടിൽ സർട്ടിഫിക്കറ്റിൻ്റെ സ്റ്റോറി കേട്ടോ.